ഇവനും ഈ പെൺകുട്ടിയും കൂടെ വല്ലാതെ ഇമോഷണലായിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കരയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ നെഞ്ചിൽ പെട്ടെന്ന് സഡനായിട്ടൊരു പെയിൻ വരെയാണ്. ആ പെയിന് കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ തല ഇറങ്ങി വീഴുന്നുണ്ട്. ഇവളും പെട്ടെന്ന് ഓടി അവൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവനെ റൂമിലോട്ട് കൊണ്ടുവന്ന് കിടത്തുകയാണ്. കുറേ നേരമായി കഴിഞ്ഞിട്ട് ഇവന് ബോധമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഇവന് ചികിത്സിക്കാൻ വന്ന ഡോക്ടറിനോട് അവിടെയുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ പോയിസൺ സ്പ്രെഡായത് കാരണമാണ് ഇവനിങ്ങനെ പെയിൻ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇല്ല, പോയിസണൊന്നും സ്പ്രെഡായിട്ടില്ല, പോയിസൺ ഇപ്പോൾ അവൻ്റെ ബോഡിയിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറയുന്നുണ്ട്. പോയിസണൊന്നും ഇപ്പോൾ അവൻ്റെ ബോഡിയിൽ എഫക്റ്റ് ആയിട്ടില്ല എന്നൊക്കെ ഡോക്ടർ അവരോട് പറയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ ബോധം വരാത്തതുകൊണ്ട് ഇവൻ്റെ ഭാര്യ അവൻ്റെ കൈ പിടിച്ചിട്ട് നന്നായിട്ട് കരയുന്നുണ്ട്. ഇവിടെ കരച്ചിൽ കേൾക്കുമ്പോഴത്തേക്കും അവന് പയ്യെ തന്നെ ബോധം വരെയാണ്. എന്നിട്ട് അവൻ്റെ കണ്ണീര് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, നീ എന്നെ ഒരുപാട് പേടിപ്പിച്ചു, എന്താ ഇതുവരെ എനിക്കകത്തെന്നൊക്കെ ചോദിച്ച് പറയാണ്. എൻ്റെ ഭാര്യ എന്നെ എങ്ങനെയായാലും എണീപ്പിക്കുമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും നന്നായിട്ട് ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട്. ശരീരത്തിലുള്ള പോയിസണൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇവരെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാണ്. ഇതൊരു ചൈനീസ് ഡ്രാമയാണ്. ഫുൾ എപ്പിസോഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ലാസ്റ്റ് എപ്പിസോഡാണ് അതിൻ്റെ. എൻ്റെ വോയിസിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്. എനിക്ക് കോൾഡ് കാരണം എൻ്റെ വോയിസ് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കോൾഡ് കുറച്ച് ദിവസത്തേക്ക് മാറുന്നത് വരെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്